ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 10 മണി ചെടി എങ്ങനെ മണ്ണില്ലാതെയും ഈസി ആയിട്ട് വളർത്തിയെടുക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മണ്ണിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്. പോട്ടിൽ മണ്ണും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. ഇനി ഞാൻ നടാൻ പോകുന്നത് മണ്ണ് കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് കരിയില ഉപയോഗിച്ചിട്ട് നമുക്ക് 10 മണി എങ്ങനെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും 10 മണിയുടെ കട്ടിങ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ റേറ്റിലാണ് നമ്മൾ 10 മണിയുടെ കട്ടിങ്സ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. 15 കളറിൻ്റെ അടുത്ത് നമുക്ക് കട്ടിങ്സ് സെയിലിനായിട്ടുണ്ട്. DTDC കൊറിയർ വഴിയാണ് കേട്ടോ നമ്മൾ ചെടികളൊക്കെ അയക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടി ആണ് 10 മണി. 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൽ വേരൊക്കെ വരും. 1 മാസത്തിനുള്ളിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ട് നമുക്ക് ഒരുപാട് പൂക്കളും തരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 10 മണി നടാനായിട്ട് ഇതുപോലുള്ളൊരു ക്യാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീതി കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് നല്ല ബുഷിയായിട്ട് 10 മണി വളരുകയും ചെയ്യും. അടിവശത്ത് ഇതുപോലെ കമ്പി പഴുപ്പിച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആദ്യം കരിയില ഒന്ന് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏത് ഇല വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ, ഉണങ്ങിയ ഇലയാണ് എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്രത്തോളം നിറച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം മാക്സിമം ഒന്ന് നിറച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഗ്യാപ്പ് ഉണ്ടാവരുത്. നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കരിയിലയൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് മണ്ണ് മുകളിൽ കുറച്ച് മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം മണ്ണ് മതി കേട്ടോ. നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ 10 മണി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങും. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെറിയ വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ല ബുഷിയായിട്ട് തന്നെ 10 മണി വരും കേട്ടോ. അപ്പോൾ മണ്ണ് കുറച്ച് മതി. ഇതിലിപ്പോൾ കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത് കരിയിലയാണ്. മണ്ണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, മണ്ണധികം ഇല്ലാത്തവർക്ക് ഈ രീതിയിലും 10 മണി നട്ടു കൊടുക്കാവുന്നതാണ്. വേരൊക്കെ നന്നായിട്ട് വളർന്ന് വരും കേട്ടോ. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും വരും. ഒരാഴ്ചയ്ക്ക് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും NPK വളം, ജൈവവളം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു പോട്ട് തന്നെ 1 വർഷത്തേക്കൊക്കെ മതിയാവും. പിന്നെ നമ്മൾ 10 മണി നടാൻ ഇപ്പോൾ പോട്ട് വാങ്ങുകയാണെങ്കിലും മറ്റെന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുഴി ഉള്ളതിനേക്കാളും അധികം വാവട്ടം, അതായത് വീതി അധികമുള്ള ഇത് എടുത്താൽ നല്ലതാണ് കേട്ടോ. ഇനി ഞാനതിൽ നടാനുള്ള കട്ടിങ്സ് എടുക്കുകയാണ്. ഇതുപോലെ നീണ്ടു പോയിട്ടുള്ളതിൽ നിന്നും നമുക്കൊരു 5-6 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ കട്ടിങ്സ് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു ചെറിയ കട്ടിങ്സ് കിട്ടിയാൽ മതി കേട്ടോ. ഏത് വെറൈറ്റിയുടെ ആണെങ്കിലും 10 മണിയുടെ ഒരു ചെറിയ കട്ടിങ്സ് കിട്ടിയാൽ തന്നെ, ഒരു 3-4 ഇഞ്ചിൻ്റെ നീളമുള്ള കട്ടിങ്സ് കിട്ടിയാൽ പോലും നമുക്കത് വേര് പിടിപ്പിച്ചെടുക്കാൻ ഈസി ആയിട്ട് തന്നെ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു ചട്ടിയിൽ നിന്ന് കുറച്ച് കട്ടിങ്സ്, നീണ്ടു പോയിട്ടുള്ള കട്ടിങ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം. ഇതിൽ നമ്മൾ കമ്പ് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട് കുത്തി കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ തന്നെ ഇതിൽ വേര് വരും, ഒരു ഡാമേജും സംഭവിക്കില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ 10 മണികളൊക്കെ നട്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ്. അധികം ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒന്ന് ഗ്രോ ബാഗിൽ ഞാൻ ഇതുപോലെ ബാൾസം ചെടി നട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ കരിയിലയും പിന്നെ കുറച്ച് മണ്ണും കൂടി നട്ടിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. 1 വർഷത്തോളം തന്നെ എനിക്ക് ആ ചെടിയൊന്നും നശിക്കാണ്ട് അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ചെടി എൻ്റെ കയ്യിലുണ്ട്.
നമുക്ക് ഏത് തരം ചെടികൾ വേണമെങ്കിലും ഇതേ രീതിയിൽ നടാട്ടോ, മണ്ണ് കുറവുള്ളവർക്ക്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ 10 മണികളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ടിങ്സൊക്കെ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.